ആധാർ കാർഡ് എന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ്. ഇത് കൃത്യമായ ഇടവേളകളിൽ പുതുക്കേണ്ടതുണ്ട്. ആധാർ എൻറോൾമെന്റ് ആൻഡ് അപ്ഡേഷൻ റെഗുലേഷൻ അനുസരിച്ച് ആധാർ കാർഡ് കൈവശമുള്ള വ്യക്തികൾ ആധാർ എൻറോൾമെന്റ് തീയതി മുതൽ ഓരോ 10 വർഷത്തിലും അവരുടെ ഐഡന്റിറ്റിയും വിലാസവും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. മൈ ആധാർ പോർട്ടൽ വഴി ആധാർ രേഖകൾ ഓൺലൈനായി സൗജന്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനായി ജൂൺ മാസം 14 വരെയാണ് അവസരമുള്ളത്. ഈ തീയതിക്ക് ശേഷം ആധാർ കാർഡ് പുതുക്കുന്നതിന് ഫീസ് അടയ്ക്കേണ്ടി വരും. ജൂൺ 14 വരെ മൈ ആധാർ പോർട്ടൽ വഴി രേഖകൾ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല. എന്നാൽ ആധാർ കേന്ദ്രത്തിൽ അപ്ഡേറ്റ് ചെയ്താൽ 50 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ജൂൺ 14 ശേഷം മൈ ആധാർ പോർട്ടൽ വഴി ആധാർ രേഖകൾ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് 25 രൂപ ഫീസ് ഈടാക്കുന്നതാണ്. വിലാസം, പേര്, മൊബൈൽ നമ്പർ എന്നിവ മാറിയിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് പുതുക്കേണ്ടതാണ്. ബയോമെട്രിക്കിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ആധാർ കാർഡുകൾ പുതുക്കേണ്ടതാണ്. സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നത് ആധാർ കാർഡ് വഴിയായതിനാൽ എല്ലാവരും തന്നെ കൃത്യമായി തന്നെ ആധാർ പുതുക്കേണ്ടതാണ്. സർക്കാർ സേവനങ്ങൾ, ബാങ്കിംഗ് സൗകര്യങ്ങൾ, മറ്റ് ആധാർ ലിങ്ക് സേവനങ്ങൾ എന്നിവ സുഗമമായി നടക്കുന്നതിന് വേണ്ടി ആധാർ വിവരങ്ങൾ കൃത്യമായി തന്നെ പുതുക്കണം. തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും ഓൺലൈനായി പുതുക്കാൻ സാധിക്കുന്നതാണ്. പേര്, കൃഷ്ണമണി, വിരലടയാളങ്ങൾ, മുഖചിത്രങ്ങൾ എന്നിവ പോലുള്ള മറ്റ് അപ്ഡേറ്റുകൾ ആധാർ എൻറോൾമെന്റ് സെന്ററിലോ ആധാർ സേവാ കേന്ദ്രത്തിലോ ഓഫ്ലൈനായി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനായി 100 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. കുട്ടികളും മുതിർന്നവരും ആധാർ കൃത്യമായി തന്നെ പുതുക്കേണ്ടതാണ്. ആധാർ വഴിയാണ് പല സേവനങ്ങളും ജനങ്ങൾക്ക് ലഭിക്കുന്നത്. പല ആവശ്യങ്ങൾക്കും ആധാർ കാർഡാണ് പ്രധാന രേഖ. അതിനാൽ ആധാറിലെ വിവരങ്ങൾ കൃത്യമായി തന്നെ പുതുക്കേണ്ടതാണ്. ആധാർ കാർഡിലെ മൊബൈൽ നമ്പറും ശരിയായി തന്നെ പുതുക്കണം. ഇമെയിൽ ID, മൊബൈൽ നമ്പർ പോലുള്ള മറ്റ് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആധാർ എൻറോൾമെന്റ് സെന്റർ സന്ദർശിക്കേണ്ടതാണ്. ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഇവ പുതുക്കേണ്ടതാണ്.